എല്ലാവരോടും ഞാൻ ഇന്ന് വീഡിയോ പറയാൻ പോകുന്നതെന്ന് വെച്ചാൽ ഒരു നേന്ത്രവാഴ നട്ടിട്ടുണ്ട് ഇവിടെ. അതിന് കുറച്ച് തുറന്നിട്ട് വളം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പം അത് തുറക്കുക. ചെടി നട്ടിട്ട് പൊടിച്ച് വരുന്നേ ഉള്ളൂ. അതിന് കുറച്ച് വളമിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ അത് കാണിക്കാൻ പോകുന്നത്. അതിപ്പോൾ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. ഇതാണ് എൻ്റെ നേന്ത്രവാഴയായത്. കണ്ട ചെറിയ വാഴ പൊടിച്ച് വന്നേ ഉള്ളൂ. ഇത് ലേശം നമുക്ക് തുറന്ന് വളമിട്ട് കൊടുത്ത് കുറച്ച് വെള്ളം അടിച്ചാലേ എനിക്ക് നന്നാവുള്ളൂ. ഇതാണ് എൻ്റെ വാഴ. കണ്ട ഇങ്ങനെ ചുറ്റും തുറന്നിട്ട് ഇങ്ങനെ തുറക്കുക. തുറന്നിട്ട് കുറച്ച് വളമിട്ട് കൊടുക്കുക. ഇത് പൊടിച്ച് വന്നേ ഉള്ളൂ. ഇതേപോലെ തുറന്നിട്ട് ചുറ്റും തുറക്കുക. ഇങ്ങനെ തുറന്നിട്ട് ഇത് തുറന്നിട്ട് കുറച്ച് വളം ഇട്ട് കൊടുക്കട്ടെ. ഇത് ജൈവവളമാണേ. ഇത് ജൈവവളം ഇട്ട് കൊടുക്കട്ടെ. ഇത് തുറന്നിട്ട് കുറച്ച് വളം ഇട്ട് കൊടുക്കട്ടെ. ഇങ്ങനെ ഇതാ. ഇത് നേന്ത്രവാഴയാണ്. എനിക്ക് കൃഷിഭവനിൽ 25 വാഴക്ക് കൊടുത്തിട്ട് 25 വാഴ കിട്ടീന്. 5 ഉറുപ്പ്യ കൊടുത്ത്. ഇതിന് 5 ഉറുപ്പ്യ കൊടുത്തിട്ട് 25 വാഴക്കന്ന് കിട്ടീന്. നേന്ത്രവാഴക്കന്ന്. ഇതാണ്. ഇത് മൂലകങ്ങളാണ് അടങ്ങിയ ചെടി നന്നാവാൻ വേണ്ടിയിട്ടാണ് ഇത് ഇങ്ങനെ ഇടുന്നത്. കണ്ടാ ഇത്രയേ ഉള്ളൂ. 2 മണി. ഇത് മൂലകങ്ങൾ അടങ്ങി ഇത് വേണ്ടിയിട്ട് ഇതിന് വേണ്ടിയിട്ട് ഇടുന്നത് മൂലകങ്ങളായിട്ട്. കണ്ടാ ഇത് മൂടാനായിട്ടില്ല. ഇത് കുറച്ച് തോലും കൂടി ഇടണം. ഇപ്പം തൽക്കാലം കുറച്ച് ദിവസം വളം എടുത്തിട്ട് ഇത് ആക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് മറ്റേതിൻ്റെ അതിനെടുത്തിട്ട് ഇത് കൃഷിഭവന് തന്നെ വാഴയാണ്. 25 വാഴക്കന്ന് നടന്ന് ഇത് തുറന്നിട്ട് ഇനി തുറന്ന് കുറച്ച് ഇളക്കി കൊടുത്ത് ഇതിപ്പോൾ ലേശം ഈ പൊടിവളം ഇട്ട് കൊടുത്ത് കുറച്ച് കഴിയുമ്പോൾ കുറച്ച് പച്ചച്ചാണകവും പിണ്ണാക്കും എല്ലാം കൂടി കലക്കിയിട്ട് ഇട്ട് കൊടുത്താൽ നല്ല ഉഷാറായിട്ട് വന്നോളൂ. നല്ല കായായിട്ട് വരും. ഞാൻ കഴിഞ്ഞ കൊല്ലം കുറേ വെച്ച് വരും. അതിനധികം പണിയൊന്നും നമ്മുടെ വളപ്പിലാകുമ്പോൾ കുറേശ്ശെ വെള്ളം നനച്ച് കൊടുത്താൽ മതി. അതുകൊണ്ടാണ് ഞാൻ വാഴക്കന്ന് മേടിച്ചിട്ട് മേടിക്കാൻ കഴിയില്ലാന്നെല്ലാം വിചാരിച്ച് എന്നിട്ട് കൊണ്ടുവന്നതാണ്. ഇപ്പോൾ ഇനി കുറച്ച് തുറന്നിട്ട് വളം ഇട്ട് കൊടുക്കട്ടെ. എന്താ ഇതേപോലെ വളർന്ന് തുറന്ന് വളമിട്ട് കൊടുക്കട്ടെ. ഇതിൽ എന്താണെന്ന് വെച്ചാൽ ഇത് തന്നെ കുറച്ച് പൊടിവളം നല്ല എല്ലുപൊടി ജൈവവളമാണ്. ഇതിൽ എല്ലുപൊടിയുണ്ട്, പിന്നെ കുമ്മായമുണ്ട്, പിന്നെ പിണ്ണാക്കുണ്ട്, വേപ്പും പിണ്ണാക്കുണ്ട്. ഇതെല്ലാം കൂടി പൊടിച്ചിട്ടുള്ളതാണ് ഈ വളം, ജൈവവളം വാങ്ങുന്നത് വളം. ഇത് കുറേശ്ശെ ഇട്ട് കൊടുത്താൽ ഇത് വേഗം ഉഷാറായിക്കോളും. ഇത് മൂലകങ്ങളടങ്ങിയ ഒരു വളമാണ്. അതാണിത്. ഇത് നല്ല തന്നെയാണ്. ഇത് രണ്ടും ഇതെനിയിപ്പോൾ തുറന്ന് ഇത് കുറേശ്ശെ വളമെല്ലാം ഇട്ട് കൊടുത്ത് കുറച്ച് വെള്ളമെല്ലാം നനച്ച് കൊടുക്കുമ്പോൾ നല്ല ഉഷാറായിട്ട് വന്നിട്ടാകുമ്പോൾ കുറച്ച് പച്ചച്ചാണകവും പിണ്ണാക്കും കുറച്ച് വേപ്പും പിണ്ണാക്കും കുറച്ച് കടലപ്പിണ്ണാക്കും കൂടി പിന്നെ പൊതിർത്തിട്ട് കലക്കിയിട്ട് ഒഴിച്ച് കൊടുക്കുക. ഇത് തുറക്കട്ടെ. ഓരോന്നോരോന്നായിട്ട് തുറന്നിട്ട് കുറേശ്ശെ വളം ഇട്ട് കൊടുത്താൽ കണ്ടില്ലേ. ഇതാണ് നേന്ത്രവാഴ വെച്ചിട്ട് ഇനി ആദ്യം തന്നെ തുറന്നിട്ട് കുറച്ച് വളം ഇട്ട് കൊടുത്തു. ഇത് വളമൊന്നും ഇട്ടിട്ടില്ല, വെറുങ്ങനെ കൊത്തി അവിടെ കുഴിച്ചിട്ടെന്ന് മാത്രമേ ഉള്ളൂ. ഇനിയിപ്പം വളം ഇട്ട് കൊടുത്തിട്ട് പിന്നെയാണ് ചാണകം കലക്കിയിട്ട് ചാണകവും പിണ്ണാക്കും
എല്ലാം കൂടി കലക്കി ഒഴിച്ച് കൊടുക്കുക. എന്താ ഇതാ ഇതാണ് വളം ഇട്ട് കൊടുക്കുന്നത്. ഇതാ എന്താ ഇത് എല്ലാവരും എങ്ങനെ എടുക്കുന്നത് നടക്കല്ല, ഞാൻ എടുക്കുന്ന പണി ഇങ്ങനെയാണ്. എന്നിട്ടിപ്പം എല്ലാവരും എടുക്കുമ്പോൾ ഇനിയിപ്പോൾ ആൾ അങ്ങനെയല്ല ഇങ്ങനെ വേണ്ടതെന്ന് പറഞ്ഞാൽ പ്രശ്നമില്ല. ഞാനിങ്ങനെയാണ് ചെയ്യൽ. ഞാൻ ചെയ്യും പോലെ നിങ്ങൾക്ക് കാണിച്ചു തരാം. അത്രേ എനിക്ക് പറയാൻ കഴിയൂ. ഇത് വേണ്ട, ഇത് ഇത്രയായി. ഇത് നേന്ത്രവാഴ തന്നെയാണ്. ഇത് 25 ഒന്നും കൊണ്ടുവന്നിനി. 25 ഇന്നിപ്പോൾ ആകുന്നില്ല. ഇന്നിപ്പോൾ ഒരു 4-5 ആക്കാമെന്ന് വെച്ചിട്ടാണ്. ശേഷം വളമിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് മാത്രം ചെയ്യുന്നതായത്. ഇനിയിപ്പം ഇത് തുറന്ന് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ ഈ ചാണകവും വളവും എല്ലാം കലക്കി ഒഴിച്ചാൽ മാത്രമേ നമുക്ക് വാഴ കാണാനുണ്ടാവുള്ളൂ. ഇപ്പോൾ കാണാനൊന്നുമില്ല. നമ്മൾ ചെയ്യുമ്പോൾ എല്ലാ കൃഷിയും നമ്മൾ ചെയ്യുക. അതിൽ രക്ഷപ്പെട്ടാൽ രക്ഷപ്പെട്ടു, ഇല്ലെങ്കിൽ അതങ്ങനെയായി, അത്രയേ ഉള്ളൂ. രക്ഷപ്പെട്ടെങ്കിൽ കാര്യമായി, ഇല്ലെങ്കിൽ പിന്നെ ബുദ്ധിമുട്ടായി. ഇങ്ങനെ നമ്മൾ കൃത്യമായിട്ട് പണിയെടുത്താൽ മാത്രമേ നമുക്ക് ഇതിനെ പറ്റിയിട്ട് എന്തെങ്കിലും കിട്ടുള്ളൂ. നമ്മൾ അധ്വാനിച്ചിട്ട് മണ്ണിൽ അധ്വാനിക്കുക, എല്ലാ കാര്യവും ചെയ്ത് നോക്കുക. നോക്കിയിട്ട് നമുക്ക് കിട്ടുന്നുണ്ടെങ്കിൽ അതൊരു കാര്യമായി, ഇല്ലെങ്കിലും നമ്മൾ തോറ്റു ഓടാൻ പാടില്ല. എങ്ങനെ ആയാലും നമ്മൾ വിജയിച്ചിട്ട് തന്നെ പോകണം. എന്ത് ഇതായാലും നമ്മൾ പണിയെടുത്തിട്ട് മുന്നോട്ട് പോകുക തന്നെ വേണം. ആരും തോറ്റോടരുത്. കൃഷിയിൽ ആരും തോറ്റോടും. ഒരു പ്രാവശ്യം നഷ്ടം വരും, ഒരു പ്രാവശ്യം ലാഭം വരും. എന്നാലും ആരും ഈ കൃഷിയിൽ നിന്ന് ഇതും കൂടി നമുക്കൊന്ന് നോക്കി നോക്കാം. എല്ലാം കണ്ടോ, വാഴക്ക് വേരെല്ലാം വരുന്നുണ്ട്. നമ്മളെല്ലാ കൃഷിയും ചെയ്യണം. ഞാനിപ്പോൾ ഒരു 35 കൊല്ലത്തോളമായി കൃഷി ഒഴിവാക്കാതെ ഉണ്ട് വളരെ കൃഷി എടുക്കുന്നത്. ഇതുവരെ എനിക്ക് മോശമൊന്നും വന്നിട്ടില്ല. കൃഷിയിൽ തന്നെ ഞാൻ കൃഷിയിലെക്കുറിച്ച് തന്നെയാണ് ജീവിച്ച് മുന്നോട്ട് പോയത്. കൃഷി തന്നെയാണ് എൻ്റെ മുന്നോട്ട് പോകുന്നത്. എല്ലാ കൃഷിയുണ്ട്. പശു കൃഷിയുണ്ട്, കോഴി കൃഷി ഉണ്ടായാലും മത്സ്യകൃഷി ഉണ്ടായാലും എല്ലാ കൃഷിയും ഞാൻ കൊണ്ട് നടന്നതാണ്. ഇപ്പോൾ ഒന്നുമില്ല, തൂലാതിൻ്റെ ഇപ്പോൾ ഒന്നുമില്ല. ഇപ്പോൾ ആവുന്നില്ല. പറ്റണമെന്നുണ്ട്, പക്ഷെ എനിക്ക് ആവുമോ എന്നുള്ള പേടി. എല്ലാം വിജയിക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ വെറുതെ ആയിപ്പോവില്ലേ, അതുകൊണ്ടാണ് എനിക്ക് പറ്റുന്നില്ല. എന്നിട്ടാണ് ഞാനിപ്പോൾ ഈ ചെറിയ കൃഷിയിൽ ഒതുക്കുന്നു. എന്നിട്ടാണ് ഈ ചെറിയ കൃഷിയിൽ ഒതുക്കുന്നു. മറ്റെല്ലാ കൃഷിയുണ്ട്. നെൽകൃഷി ഉണ്ടായിരുന്നു, എല്ലാ കൃഷിയുണ്ട്. പക്ഷേ ഇന്നിപ്പം എനിക്ക് ഒരു കൃഷി ചെയ്യാതെ അവസ്ഥയിലായി. എന്താ ചെയ്യുക? അതുകൊണ്ട് നിങ്ങളെല്ലാവരും സഹായം കൊണ്ട് ഞാൻ
ഇതെല്ലാം ഇങ്ങനെ ആകുന്ന നിങ്ങളെല്ലാവരും പ്രാർത്ഥന കൊണ്ടാണ് ഞാൻ ഇത്തിരിയെങ്കിലും പണിയെടുക്കാൻ പറ്റുന്നത്. അതുകൊണ്ട് നിങ്ങളെല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. എൻ്റെ രോഗം മാറട്ടെ. ആര് കിട്ടിയാൽ ഞാൻ നല്ലപോലെ പണിയെടുക്കുന്നു. ഇതിപ്പം ഇത്തിരി ആയില്ലേ? അത്രയേ കൊണ്ടു. ഇത് കുറേശ്ശെ ഇട്ട് കഴിഞ്ഞാൽ ഇനിയിപ്പോൾ തേറ്റ് വന്നു കഴിഞ്ഞാൽ നമുക്കിപ്പം ചാണകം കലക്കി കൊടുക്കുമ്പോൾ പിന്നെ വേഗം പെട്ടെന്ന് വരുന്നു വരും. ഇപ്പം ഇങ്ങനെയാവും. ഇപ്പം ഇങ്ങനെ മതി. ഇന്നത്തെ വീഡിയോ അവസാനം നിങ്ങൾ കണ്ടുമല്ലോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഞാൻ നേന്ത്രവാഴക്ക് തുറന്നിട്ട് കുറേശ്ശെ ജൈവവളവും കുറച്ചൊരു മൂലകം, നല്ല ചെടിയൊന്നാവാൻ വേണ്ടിയിട്ടുള്ളൊരു മൂലകങ്ങളാണ്. അതും കൂടി അതെനിക്ക് ഇവിടുന്ന് പിന്നെ വളപ്പൊടി എന്ന് തന്നതാണ്. മൂലകങ്ങളാണെന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ അത് മൂലകങ്ങളാന്നിട്ട് തന്നിട്ടില്ലേ അതും ഇട്ട് കൊടുത്തിട്ട് ഇപ്പോൾ എന്നാ വെച്ചാൽ പിന്നെ ഇനിയിപ്പം എന്നാ വേണ്ടത് വെച്ചാൽ ഇതിപ്പം ഞാൻ ഇന്നത്തെ വീഡിയോ ഇതിവിടെ അവസാനിപ്പിക്കാൻ പോകുന്നു. ഇനിയിപ്പം എന്നാ ഇനി എന്നാ വേണ്ടത് വെച്ചാൽ ഇനി ഇത് കുറച്ച് കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞിട്ടാകുമ്പോൾ കുറച്ച് പിണ്ണാക്ക്, വേപ്പ് പിണ്ണാക്ക്, കടലപ്പിണ്ണാക്ക്, പിന്നെ പച്ചച്ചാടകം ഇതെല്ലാം കലക്കി വെച്ചിട്ട് ഇതിനകത്ത് ഒഴിച്ച് കൊടുക്കണം. ഒഴിച്ച് കൊടുത്ത് കഴിഞ്ഞിട്ട് പിന്നെ അതിന് കുറച്ച് തോല് ഇട്ട് കൊടുക്കണം. തോല് ഇട്ട് കൊടുക്കണം. പച്ചത്തോല് ഇട്ട് കൊടുത്ത് കഴിഞ്ഞാൽ അത് നല്ല ഉഷാറായിട്ട് പോയിക്കോളും. പിന്നെ കുറച്ച് എന്തെല്ലോ ചെയ്യാനുണ്ട്. ഇതെല്ലോ ആ ചെയ്യുന്നതെല്ലാം ഞാൻ കാണിച്ചു തരാം. എല്ലാം ഓരോ പ്രാവശ്യമായിട്ട് കാണിച്ചു തരാം. പിന്നെ എന്താ വെച്ചാൽ പിന്നെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. ഇതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഇത് പരീക്ഷിച്ച് നോക്കണം. ഇന്നിപ്പം ഞാനിത് ചെയ്തു. ഇനിയിപ്പം നാളെ വേറൊരു വീഡിയോ ആയിട്ട് ഞാൻ വരും. അതുവരെ നിങ്ങൾക്ക് എല്ലാവർക്കും നമസ്കാരം. പിന്നെ എൻ്റെ വീഡിയോ എല്ലാവരും കാണണം. കണ്ടിട്ട് പിന്നെ സപ്പോർട്ട് ചെയ്യണം എനിക്ക്. പിന്നെ ലൈക്ക് ചെയ്യണം. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം. പിന്നെ കമൻറ്റ് ചെയ്യണം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളെല്ലാവരും സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് മേലോട്ട് പോകാൻ പറ്റുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യണം. എനിക്ക് അത്രേ പറയാനുള്ളൂ. നിങ്ങളെല്ലാവരും വന്നിട്ട് എൻ്റെ ഹൃദയത്തിലേറ്റിയതാണെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ ഇനി പ്രത്യേകിച്ച് പറയാനില്ല. എന്നാലും ഞാൻ എപ്പോൾ ഓർമ്മിക്കുന്നു. എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ. എല്ലാവർക്കും ദൈവാനുഗ്രഹം ഉണ്ടാകട്ടെ. ഞാൻ എല്ലാവരും പ്രാർത്ഥിക്കും. നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഇത് ഇത്രയും മതി. നാളെ വേറെ പുതിയ വീഡിയോ ആയിട്ട് ഞാൻ നാളെ വീണ്ടും വരും. അതുവരെ നന്ദി, നമസ്കാരം.